പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 6ാം ക്ലാസ് താരീഖ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതു ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക, മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം, മോഡൽ ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാം. ആദ്യം നമ്മൾ മോഡൽ ചോദ്യം വായിക്കുകയാണ്. യോജിച്ചവ ചേർക്കാം എന്ന ചോദ്യമാണ്. ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിച്ച് ഉറപ്പുവരുത്തുക. ഒന്നാമത്, ഇമാം അബൂ ഹസനിൽ അശ്ശരി ജനിച്ച സ്ഥലം ബസറയാണ്. 2, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ ഗോത്രം ഷൈബാനാണ്. 3, ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന് ഒറ്റ രാത്രി കൊണ്ട് ഹിഫ്ളാക്കിയ കിതാബ് ഔസത്ത് എന്ന് പറയുന്ന കിതാബാണ്. 4, ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ ഹദീസ് സമാഹാരം. ഒരുപാട് ഹദീസുകൾ ഒരുമിച്ച് വന്ന മാലിക് റളിയല്ലാഹുവിൻ്റെ കിതാബിൻ്റെ പേരെന്താണ്? മുവത്ത എന്നാണ്. എഴുതുന്നത് ശ്രദ്ധിക്കണേ. 5-മത്തത്, ഇമാം അബൂ ഹനീഫത്തൽ കൂഫി റളിയല്ലാഹുവിൻ്റെ ജനന സ്ഥലം അംബാർ എന്ന സ്ഥലമാണ്. 6, അലി റളിയല്ലാഹുവിനു ഖവാരിജികളോട് യുദ്ധം ചെയ്ത സ്ഥലം ഏതാണ്? നെഹ്റുവാൻ എന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിലെ പറഞ്ഞ വിഷയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ മറ്റേതെങ്കിലും രൂപത്തിൽ ചോദ്യങ്ങളായിട്ടോ പൂരിപ്പിക്കാനായിട്ടോ ഒക്കെ നമുക്കിതിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. 2-മത്തത്, ശരിയായതിനു ശരി അടയാളപ്പെടുത്താം എന്നതാണ്. 3 ഓപ്ഷനുകളുണ്ട്. ഓപ്ഷനുകളിൽ ശരിയിൽ ശരിയിട്ട് കൊടുക്കാനാണ്. 1, ഒരു ജൂത പ്രമാണി ആരാണ്? മുറഹബ് എന്ന് പറയുന്ന വ്യക്തിയാണ്. 2, ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചു ഹിമാർ. 3, ബിറുർ റൂമ കിണർ എന്നതാണ് അതിൻ്റെ യോജിച്ചത്. ബിർ എന്ന് പറഞ്ഞാൽ കിണറാണല്ലോ. 4, ഉമർ റളിയല്ലാഹുവിനെ കുത്തിയ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന വ്യക്തി അത് മജൂസിയാണ്. 5, ഹിജറ 15 നടന്ന യുദ്ധം ഏതാണ്? ഖാദിസിയ യുദ്ധമാണ്. അപ്പോൾ ഇതിൽ വിഷയങ്ങളും ചിലപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനൊക്കെ ചോദിച്ചേക്കാം. ഇനി 3-മത്തെ നമ്മൾ വായിക്കുകയാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരൊന്ന് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് താങ്ക്സോ ആമീനോ അൽഹംദുലില്ലയോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. പേരെഴുതാം എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒരുപാടുള്ള വിഷയമാണ് താരീഖ് പഠിക്കാൻ എളുപ്പമാണെങ്കിലും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. 1, ഇമാമുൽ ഹുദ എന്ന പേരിൽ അറിയപ്പെട്ട ഇമാം അബൂ മൻസൂരിനിൽ മാതുരിദി റഹിമഹുല്ല. 2, ഉസൂലുൽ ഫിഖിൽ ആദ്യമായി കിതാബ് രചിച്ച ഇമാമാരാണ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന കർമ്മശാസ്ത്രം എന്നാണ്. 3, മദ്ഹബിൻ്റെ ഇമാമുകളിൽ വസ്ത്ര വ്യാപാരിയായിരുന്നു ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല. 4, ഇൽമുൻ നഹ്വിന് തുടക്കം കുറിച്ച ഖലീഫയാരാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇൽമുൻ നഹ്വ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യാകരണം, ലിസാൻ പോലത്തെ വിഷയങ്ങളാണ് അതിലുണ്ടാവുക. 5-മത്തത്, 4 ഖലീഫമാരിൽ സ്വാഭാവിക മരണം വരിച്ചവർ ആരുമാത്രമാണ്? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ പല നിലയിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ് സാധാരണ മരണം കൈവരിച്ചത്. അടുത്ത ചോദ്യം, ഉത്തരം എഴുതാം. 4 പ്രധാന ചോദ്യങ്ങൾ. 1, രാത്രിയെ 3ആയി ഭാഗിച്ച ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആ ഭാഗങ്ങളെ എന്തിന് നീക്കിവെച്ചു? ഇൽമിനും, അറിവ് പഠിക്കാനും പഠിപ്പിക്കാനും മറ്റു വിഷയങ്ങൾക്ക്, ഉറക്കത്തിനും അതുപോലെ തന്നെ നിസ്കാരത്തിനും. അപ്പോൾ ഇൽമുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഉറക്കം, നിസ്കാരം. 2, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഫത്വ നൽകാൻ തുടങ്ങിയത് എന്തിൻ്റെ ശേഷമാണ്? 70 പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തി അനുവാദവും അംഗീകാരവും നൽകിയതിനു ശേഷം. 3, ഖവാരിജുകളെ വാദം എന്തായിരുന്നു? അള്ളാഹുവിനല്ലാതെ മറ്റാരെങ്കിലും മധ്യസ്ഥനാക്കുന്നത് മതപരമായി ശരിയല്ല എന്നായിരുന്നു അവരുടെ വാദം. 4, ഖത്താബിൻ്റെ മകനെ
എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞതെന്ത്? താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്വാൻ അവിടം വിട്ട് മറ്റൊരു വഴിക്ക് പോകും എന്നായിരുന്നു. അഞ്ചാമത്തത് 2 വീതം എഴുതാം എന്ന പ്രധാന ചോദ്യം. 1. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസുകൾ റിവായത്ത് ചെയ്തവർ. അഹ്മദ് ബിൻ ഹംബലിൻ്റെ അടുത്ത് പോയി ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാരൊക്കെയാണ്? 1. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റഹിമഹുമുല്ലാ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഹദീസ് റിവായത്ത് ചെയ്തത്, റിപ്പോർട്ട് ചെയ്തത്. 2. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ജുമയുടെ 1-ാം ബാങ്ക് നടപ്പിലാക്കിയത്, പോലീസ് സേന രൂപീകരിച്ചത്, മുഅദ്ദിനുകൾക്ക് വേതനം നടപ്പിലാക്കിയത്. മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളുകളാണ്. ഖുർആനിൻ്റെ പല കോപ്പികളും തയ്യാറാക്കിയതെല്ലാം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് വന്ന വികസനങ്ങളായി കാണാം. 2. ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രധാന പരിഷ്കരണങ്ങളെന്ന് പറഞ്ഞാൽ വികസനങ്ങളാണ്. ഹിജ്റ കലണ്ടർ ആവിഷ്കരിച്ചു, ബൈത്തുൽ മാൽ സ്ഥാപിച്ചു. ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ ഒരു പുതുമുതലാണ്. ആവശ്യമുള്ളവർക്കൊക്കെ അതിൽ നിന്ന് ആവശ്യാനുസരണം എടുത്തു കൊടുക്കാനുള്ള ഒരു ഫണ്ട്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു. ഇതൊക്കെയാണതിൽ പെട്ടത്. 4. കള്ളപ്രവാചകന്മാർ. 2 എഴുതിയാൽ മതി, ബാക്കിയുള്ളത് കൂടെ കൊടുത്തിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അനസി, തുലൈഹത്ത് ബിനു ഖുവൈലിദുൽ അസദി, സജാഹ് എന്നിവരാണ് കള്ളപ്രവാചകന്മാർ. അടുത്ത 6. ഭരണകാലം എഴുതാം എന്നതാണ്. വർഷവും മാസവും എഴുതണം. ഉമർ റളിയല്ലാഹുവിൻ്റേത് 10.5 വർഷമാണ്. അലി റളിയല്ലാഹുവിൻ്റേത് 4 വർഷവും 9 മാസവും. ഇനി അവസാന 7 പൂരിപ്പിക്കാം എന്നതാണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ അറിയണമെങ്കിൽ പാഠം നന്നായി വായിച്ചിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. 1. ഉലുൽ അസ്മുകളെ പ്രധാന ഗുണം അവരുടെ ക്ഷമയും സഹനവുമാണ്. 2. ഖുറൈശിയിലെ ബനു തൈമാൻ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബം. 3. ഉസ്മാൻ റളിയല്ലാഹുവിനു തബൂക്ക് യുദ്ധത്തിന് 600 ഒട്ടകവും അവക്ക് വേണ്ട സാമഗ്രികളും നൽകി. 4. അബൂ ഹനീഫ ഇശാഇനെടുത്ത വുളു കൊണ്ട് 40 വർഷം സുബഹി നമസ്കരിച്ചിട്ടുണ്ട്. 5. അലി റളിയല്ലാഹുവിനു ഹിജ്റ 35-ൽ 4-ാം ഖലീഫയായി അധികാരമേറ്റു. വായിച്ചു കഴിഞ്ഞതിലൂടെ മോഡൽ ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലായി. പാഠം നന്നായി വായിക്കുക, പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ തന്നെ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബാണ് നിങ്ങൾ തരുന്ന സമ്മാനം. ചെയ്യാതെ കാണുന്നവർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാവർക്കും അല്ലാഹു തആല ഉന്നതമായ മുഴുവൻ മാർക്കോടുകൂടെയുള്ള വിജയം അല്ലാഹു തആല നൽകട്ടെ. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.